തിരിച്ചു വന്നിട്ടുണ്ട്, നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇയാൾക്ക് അഭിനയം തലയ്ക്ക് മൂത്ത് ഭ്രാന്തായ മനുഷ്യനാണെന്ന് തോന്നുന്നു. ഇപ്പൊ ഒരു വിലകെന്ന് വെച്ചാൽ വെട്ടകൂത്ത് ചോരക്കളിയൊന്നുമില്ല, എല്ലാം സൈലന്റ് ആണ്, എല്ലാം സൈലന്റ് ആയിട്ടുള്ള കില്ലർ. വിനായകന്റെ കോമ്പറ്റീഷൻ സീനൊക്കെ നന്നായിട്ടുണ്ട്. ക്ലൈമാക്സിലാണ് വിനായകൻ തകർത്തത്, സൂപ്പറായിട്ടുണ്ട്. തിരിച്ചു വരവ് ഇഷ്ടപ്പെട്ടു, എന്തായാലും പടം സൂപ്പർ. വില്ലനായിട്ട് മമ്മൂട്ടി കൊള്ളാം, പൊളിച്ച് മമ്മൂട്ടി ആ സെറ്റപ്പ് സിഗരറ്റ് വലിക്കുന്നതും രംഗം കൊള്ളാം, എന്തായാലും പടം പൊളി. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി അടിപൊളി. എന്താണ് എടുത്തു പറയാ? എല്ലാരും നല്ല മീറ്ററിങ്ങിൽ ചെയ്തിട്ടുണ്ട്. മമ്മൂക്ക എന്താ പറയാ, നമ്മൾ ഇതിൽ കണ്ട പറഞ്ഞില്ലേ ഞാൻ എല്ലാരും വൺ ഇതായിട്ട് ചെയ്തിട്ടുണ്ട്. വൺ വില്ലനിസം നല്ല ഇതായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വിനായകൻ ആ മീറ്റർ പിടിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഗംഭീരം. എന്താണ് എടുത്തു പറയാൻ? മമ്മൂട്ടി തന്നെയാണ്. വിനായകനാ? വിനായകനും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? സ്റ്റോറിയൊക്കെ എങ്ങനെയാണ് പോണേ? സ്റ്റോറി നല്ല ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ല് കൊണ്ടുപോകുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? സൂപ്പർ. എന്താണ് എടുത്തു പറയാൻ? തന്നെയാണ് നമുക്കയുടെ ഒരു നെഗറ്റീവ് സ്റ്റേറ്റിലുള്ള അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ് പറയാതിരിക്കുന്നത്. എങ്ങനെയുണ്ട് വിനായകൻ? വിനായകനും ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. ഇൻവെസ്റ്റിഗേഷനിൽ നല്ല അതിമനോഹരമായിട്ടുണ്ട്. നമുക്ക് തൂക്കി ഉറപ്പായിട്ടു. മമ്മൂക്കയുടെ പെർഫോമൻസ് തന്നെയാണ്, അടിപൊളിയായിട്ടുണ്ട്. കാര്യം ഭയങ്കര ഇത്രയും നാളത്തെ ആ ഒരു വെയിറ്റിംഗ് ഭയങ്കര വർത്തായിരുന്നു. മമ്മൂക്കയാണെങ്കിലും വിനായകനാണെങ്കിലും രണ്ടും ഒരു അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. പടം ഓവറോൾ അടിപൊളി പടം. ഒരു കട്ട വില്ലനിസം കാണാൻ പറ്റുമോ? പിന്നെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, അടിപൊളി. പറയാനൊന്നുമില്ല, നമ്മളൊരു കൊടൂര വില്ലനെ കണ്ടുകൊണ്ട് വന്നത്, സൈക്കോപാത്തിനെയാണ് കണ്ടുകൊണ്ട് വന്നത്. ഭയങ്കരമായിട്ടുള്ള നമുക്ക് വെറുത്തുപോയി. കാര്യം ഇന്നേ വരെയും നായകനായിട്ടുള്ള ഒരു മമ്മൂക്കയെ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇത്രയും ഒരു നീചനായിട്ടുള്ള ഒരു മമ്മൂക്കയെ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ജയ് വിളിക്കാൻ പോലും തോന്നാത്ത രീതി. പക്ഷെ അതാണല്ലോ കഥാപാത്രം.